നാളത്തെ പരീക്ഷയിൽ നിങ്ങളെ കുഴപ്പിക്കാൻ ചാൻസ് ഉള്ള 3 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ചോദ്യം ഈ AC DC ജനറേറ്റർ എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ഇതിൽ മിക്ക കുട്ടികൾക്ക് എന്താണ് ഇതിൽ കാര്യങ്ങളൊക്കെ അറിയാം. ദാറ്റ് ഈസ് ബേസിക്കലി AC ജനറേറ്റർ എന്ന് പറഞ്ഞാൽ അതിൽ സ്ലിപ്പ് റിങ്സ് ആണുള്ളത്. അത് DC ജനറേറ്റർ ആക്കാൻ സ്ലിപ്പ് റിങ്സ് എടുത്ത് കളയുക, എന്നിട്ട് സ്പ്ലിറ്റ് റിങ്സ് ഫിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ കാണുന്ന സാധനമാണ് സ്ലിപ്പ് റിങ്സ്, അതാണ് സ്പ്ലിറ്റ് റിങ്സ്. അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ DC ജനറേറ്ററായി. പക്ഷെ പല കുട്ടികളും തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് ഈ AC ജനറേറ്ററിന്റെ ഇൻപുട്ട് അഥവാ ആർമേച്ചറിലെ ഗ്രാഫ് എന്ന കറണ്ടിന്റെയും വോൾട്ടേജിന്റെ ഒക്കെ അത് AC തന്നെയായിരിക്കും, ഇതുപോലെ ആയിരിക്കും. AC എന്ന് പറഞ്ഞാൽ പ്ലസ് മൈനസ് ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതിൽ ആർക്കും ബുദ്ധിമുട്ട് സംശയമൊന്നുമില്ല. DC ജനറേറ്ററിന്റെയും ആർമേച്ചറിലെ കറണ്ടിന്റെ ഗ്രാഫ് വരച്ചാൽ അതുപോലെ തന്നെ ഉണ്ടാവും. അത് AC തന്നെയായിരിക്കും, ഓർത്ത് വെക്കുക. DC ജനറേറ്ററിന് ആർമേച്ചറിലെ കറണ്ടും വോൾട്ടേജും അത് AC തന്നെയായിരിക്കും. പക്ഷെ പുറത്തെത്തുമ്പോഴാണ് കളി മാറുക. പുറത്തെത്തുമ്പോൾ AC തന്നെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ DC-ൻ്റെ എന്തായിരിക്കും മക്കളെ? DC-യുടെ DC ആയിരിക്കും. ദാറ്റ് ഈസ് നെഗറ്റീവിലേക്ക് പോവില്ല, എപ്പോഴും പോസിറ്റീവ് തന്നെ ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്ത് വെക്കണം. ഈ മറ്റൊരു ചോദ്യം പരീക്ഷയിൽ ചോദിക്കും. ഈ AC ജനറേറ്റർ പ്രാക്ടിക്കലി കൊമേഴ്ഷ്യൽ ജനറേറ്റേഴ്സിൽ നമ്മൾ ആർമേച്ചർ അല്ല കറക്കുക, മാഗ്നറ്റ്സ് ആണ് കറക്കുക. ഓക്കെ, അങ്ങനെ DC ജനറേറ്ററിൽ ഈ മാഗ്നറ്റ്സ് കറക്കിയാൽ പുറത്ത് വരുന്നത് എന്തായിരിക്കും? അപ്പോൾ നിങ്ങൾ ഓർക്കണം, ഈ DC ജനറേറ്റർ പുറത്ത് DC കിട്ടും, പക്ഷെ എപ്പോൾ മാത്രം ആർമേച്ചർ തന്നെ കറങ്ങണം. നാളെ നിങ്ങൾ DC ജനറേറ്ററിന്റെ മാഗ്നറ്റ്സ് കറക്കി കറക്റ്റ് ഉണ്ടാക്കാൻ നോക്കിയാൽ കറണ്ട് വരും, പക്ഷെ പുറത്ത് വരുന്നത് എന്തായിരിക്കും? AC ആയിരിക്കും വരുന്നത്. കുറച്ച് കൺഫ്യൂസിങ് ആണെന്ന് എനിക്കറിയാം. ഒന്നും കൂടി ഒന്ന് ബാക്ക് അടിച്ച് കാണുക, കാരണം ഇത് ചോദിക്കലുണ്ട് പരീക്ഷയിൽ. പ്രത്യേകിച്ച് ടഫായിട്ടാണ് എക്സാം വരുന്നതെങ്കിൽ ഇത് നിങ്ങളെ കുഴപ്പിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ കാര്യങ്ങൾ മനസ്സിലായ സ്ഥിതിക്ക് നിങ്ങളിത് കുഴപ്പിക്കാൻ പോകുന്നില്ല. ഇതുപോലത്തെ രണ്ടാമത്തെ ഒരു ചോദ്യമാണ് ഈ സാധനം. ദാറ്റ് ഈസ് ബേസിക്കലി ഈ സോളിനോയിഡും ബാറ്ററിയും ഒക്കെ വെച്ചിട്ട് ചോദിക്കും ബ്രൈറ്റ്നസ്, ബൾബിൻ്റെ ബ്രൈറ്റ്നസ്സിന് എന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, തിയറി ഇത്രയേ ഉള്ളൂ മക്കളെ. ഒരു സോളിനോയിഡും അതുപോലെ തന്നെ AC സോഴ്സും വന്നാൽ അവിടെ എന്തുണ്ടാവും? ബാക്ക് EMF ഉണ്ടാവും. ബാക്ക് EMF എന്ത് ചെയ്യും? ബാക്ക് EMF വോൾട്ടേജിനെ, എഫക്റ്റീവ് വോൾട്ടേജിനെ കുറയ്ക്കും. ബാക്ക് EMF വന്നാൽ എഫക്റ്റീവ് വോൾട്ടേജ് കുറയും, അതായത് ബൾബിൻ്റെ ബ്രൈറ്റ്നസ് കുറയും. പറയും മക്കളെ, ഇവിടെ ബാക്ക് EMF ഉണ്ടോ? ആലോചിച്ച് നോക്കി. ഓക്കെ, ഇവിടെ സോളിനോയിഡ് ഉണ്ട്, പക്ഷേ AC സോഴ്സ് ഉണ്ടോ? ഇല്ല, DC ബാറ്ററിയാണ് ഉള്ളത്. പോരാ, ബാക്ക് EMF ഉണ്ടാവും. ബാക്ക് EMF ഉണ്ടാവില്ല. 2 പേരും വേണം, ഏതെങ്കിലും ഒന്ന് വന്നാൽ പോരാ. 2 പേരും ഉണ്ടോ എന്നാൽ മാത്രമേ ബാക്ക് EMF ഉള്ളൂ. 2 പേരും ഇല്ലല്ലോ, ഒരാളല്ലേ ഉള്ളൂ, അപ്പോൾ ബാക്ക് EMF ഇല്ല. അപ്പം നല്ല കാര്യമാണ്. ബാക്ക് EMF എന്ത് ചെയ്യും? വോൾട്ടേജിനെ കുറയ്ക്കുക ചെയ്യുക, ബ്രൈറ്റ്നസിനെ കുറയ്ക്കുക ചെയ്യുക. ഇവിടെ ബാക്ക് EMF ഇല്ലാത്തതുകൊണ്ട് ഇവിടെ മാക്സിമം ബ്രൈറ്റ്നസ് ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ ഇവിടെ ബാക്ക് EMF ഉണ്ടാവും മക്കളെ. യെസ്, ഇവിടെ സോളിനോയിഡും ഉണ്ട്, ഇവിടെ AC സോഴ്സും ഉണ്ട്. 2 പേരും കൂടി വന്ന് ബാക്ക് EMF വരും, എഫക്റ്റീവ് വോൾട്ടേജ് സർക്യൂട്ടിനെ കുറയും. സോ ബ്രൈറ്റ്നസ് ഡിക്രീസ് ചെയ്യും, ബ്രൈറ്റ്നസ് കുറയും. ഈ പരീക്ഷ ചോദിക്കാം, ആഹാ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മളൊരു സോഫ്റ്റ് അയൺ കയറ്റി വെച്ചാൽ, പച്ചിരുമ്പ് കയറ്റി വെച്ചാൽ, ഇത് സോഫ്റ്റ് അയൺ ആണ്, അതിൻ്റെ കഷ്ണം നമ്മൾ ഈ സോളിനോയിഡിനുള്ളിൽ കയറ്റി വെച്ചാൽ ബ്രൈറ്റ്നസ് വീണ്ടും കുറയോ വീണ്ടും കൂടുമോ? പുറത്ത് വെക്കണം, സോഫ്റ്റ് അയൺ കയറ്റി വെക്കുമ്പോൾ ബാക്ക് EMF ഇല്ലേ, അത് കൂടുകയാണ് ചെയ്യുക. ബാക്ക് EMF നല്ല കാര്യമല്ല. ബാക്ക് EMF കാരണം വോൾട്ടേജ് കുറയുകയാണ് ചെയ്യുക. ബാക്ക് EMF വീണ്ടും കൂടിയാൽ വോൾട്ടേജ് വീണ്ടും കുറയും, ദാറ്റ് ഈസ് ബ്രൈറ്റ്നസ് വീണ്ടും കുറയും. അപ്പോൾ സോഫ്റ്റ് അയൺ കോർ കയറ്റി വെച്ചാൽ ബാക്ക് EMF കൂടും, അപ്പോൾ എഫക്റ്റീവ് വോൾട്ടേജ് കുറയും, ബ്രൈറ്റ്നസ് വീണ്ടും കുറയുകയാണ് ചെയ്യുക. ഇതുപോലത്തെ ചോദ്യമാണ്. ഇത് ഭയങ്കര കുഴപ്പിക്കുന്ന ചോദ്യമൊന്നുമല്ല, പക്ഷേ എപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ, കുഴപ്പിക്കുന്നല്ലെങ്കിലും കുറേ കൂടുതൽ കുഴഞ്ഞു പോകാറുണ്ട്. സിമ്പിളാണ് മക്കളെ. കോൺവെക്സ് ലെൻസിൻ്റെ 2 റേ ഡയഗ്രാംസ് എപ്പോഴും ചോദിക്കാറുണ്ട്. ഒന്ന് 2F-ൻ്റെ F-ൻ്റെ ഇടയിൽ വെച്ചിട്ട് പരീക്ഷ ചോദിക്കും കംപ്ലീറ്റ് ദ റേ ഡയഗ്രാം. എങ്ങനെ കംപ്ലീറ്റ് ഉണ്ട്? 2 വര വരച്ച ഈ പണി തീരാവുന്നുള്ളൂ. ഫസ്റ്റ് വര നിങ്ങൾ വരയ്ക്കേണ്ടത് ഈ പ്രിൻസിപ്പൽ ആക്സിസ് ഇല്ലേ, അതിനോട് പാരലായിട്ടൊരു വര വരച്ചേ. ഓക്കെ, വരച്ചു. അതെങ്ങനെ പോവും? അത് ഫോക്കസിലൂടെ പോകും, അപ്പുറത്തെ ഫോക്കസിലൂടെ പോകും. റെഡി? രണ്ടാമത്തെ വര നിങ്ങൾ ഈ സ്ഥാനത്തേക്ക്, ഇത് നമ്മൾ ഒപ്റ്റിക് സെൻറ്റർ എന്നാണ് വിളിക്കുക, അവിടേക്ക് വരയ്ക്കുക. ഒപ്റ്റിക് സെൻറ്ററിലേക്ക് വരയ്ക്കുന്നവരെ നേരെ പോകും, ഒരു ഡീവിയേഷൻ ഇല്ലാണ്ട് നേരെ പോയിട്ട് ഇതാ എവിടെ ഉണ്ടാവും മക്കളെ? ഒബ്ജക്റ്റ് ഇമേജ് ഉണ്ടാവും. ഇത് വരച്ചത് ചെറിയൊരു പ്രശ്നമുണ്ട്, കാണിച്ചു തരാം. ഓക്കെ, പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഡിസ്റ്റൻസ് ഒന്നുകൂടി കറക്റ്റാക്കട്ടെ. ഡിസ്റ്റൻസ് കറക്റ്റാക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമാണിത്. ഇവിടെ ഒന്ന് കറക്റ്റാക്കട്ടെ, സോറി കേട്ടോ. 4 2F, F ഏതാണ്ട് ഇവിടെ, 2F ഇവിടെ വരയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് വരച്ച് നോക്കാം. ഫസ്റ്റ് ഒബ്ജക്റ്റ് അവിടെ തന്നെയാണ്, F-ൻ്റെ ഇവിടെ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസ് എക്സാക്ട്ലി കറക്റ്റ് ആണെങ്കിലേ നമുക്ക് കറക്റ്റ് ഇത് കിട്ടുള്ളൂ. ഞാൻ കറക്റ്റായിട്ടൊന്നല്ല വെറുതെ എടുത്ത്, അപ്പോൾ വെറുതെ എടുത്തതിൻ്റെ പ്രശ്നമാണ്. കുഴപ്പമില്ല, നിങ്ങൾ പരീക്ഷയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ സെൻറ്റിമീറ്റർ അളന്ന് 2 സെൻറ്റിമീറ്റർ അളന്നിട്ട് ചെയ്യാം. ഓക്കെ, റെഡി? ഓക്കെ, ഇനി നമുക്ക് ചെയ്ത് നോക്കാം. ഡോണ്ട് വറി, ഇനി ശരിയായിക്കോളൂ. ഫസ്റ്റ് നിങ്ങൾ പാരലൈറ്റ് എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിങ്ങനെ പോകും, അത് ഇതിങ്ങനെ ഫോക്കസിലൂടെ പോകും. ഓക്കെ, പാരലൈറ്റ് എടുത്താൽ ഫോക്കസിലൂടെ ഇതിങ്ങനെ പോകും. രണ്ടാമത്തെ നിങ്ങൾ ഒപ്റ്റിക് സെൻറ്ററിലേക്ക് എടുക്കുക. ഒപ്റ്റിക് സെൻറ്ററിലേക്ക് എടുത്താൽ നേരെ പോകും, ഇങ്ങനെ പോകും, ഇങ്ങനെ പോയി
എവിടെയാണ് രണ്ടുപേരും കൂടി മീറ്റ് ചെയ്യുന്നത്? ഏതാണ്ട് ഇവിടെയാണ് മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ നന്നായിട്ട് കറക്റ്റായിട്ട് വരയ്ക്കുന്നെങ്കിൽ അത് 2Fൻ്റെ ബാക്കിലായിരിക്കും ഉണ്ടാവും. ഇപ്പോൾ 2 റേ വരയ്ക്കേണ്ട ആവശ്യമുള്ളൂ. ഫസ്റ്റ് പാരലൈഡ് എടുക്കുക, ഫോക്കസിലൂടെ പോകും. രണ്ടാമത് ഒപ്റ്റിക് സെൻറ്ററിലേക്ക് എടുക്കുക, രണ്ടും കൂടെ പോയിട്ട് 2Fൻ്റെ ബാക്കിലാണ് മീറ്റ്. കറക്റ്റ് ഡിസ്റ്റൻസ് എടുത്ത് 2Fൻ്റെ ബാക്കിൽ മീറ്റ്. ഞാൻ അവിടെ കറക്റ്റ് എടുക്കാതെ വേണം കറക്റ്റ് മീറ്റ് ചെയ്യാത്തത്. ഈ പരീക്ഷ ചോദിക്കുന്നതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്? അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പറയുന്നത് റിയൽ ഇമേജ് ആണോ? 2 റേസ് ആക്ച്വലി കൂട്ടിമുട്ടുന്നുണ്ടോ? കൂട്ടിമുട്ടുന്നുണ്ട്. അതെന്ത് മക്കളെ? അത് റിയൽ ഇമേജ് ആണ്. റിയൽ ആണ് എപ്പോഴും എന്തായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും. വലുപ്പം പറഞ്ഞാൽ മക്കളെ നോക്കിക്കേ, ഇത് ചെറുതാണ്, ഇത് കുറച്ചുകൂടി വലുതല്ലേ? അതായത് ഇമേജ് എന്തായിരിക്കും മക്കളെ? എൻലാർജ്ഡ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. പിന്നെ ഇമേജ് എവിടെയാണ് ഫോം ചെയ്തിരിക്കുന്നത്? ബിയോണ്ട് 2Fന് അപ്പറാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇതേപോലെ നേരെ തിരിച്ചും ചോദിക്കും. ഇപ്പം നമ്മൾ 2Fൻ്റെ Fൻ്റെ ഇടയിൽ വെച്ചുള്ള ചോദ്യമല്ലേ, ഇനി നമുക്ക് 2Fൻ്റെ പുറകിൽ വെച്ചുള്ള ചോദ്യം ചോദിക്കും. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്ത് കുറച്ചും കൂടി ബാക്കോട്ട് വരയ്ക്കാം. ഇപ്പോൾ 2Fൻ്റെ ബിയോണ്ട് ആണെങ്കിൽ നിങ്ങൾ 2Fന് നല്ല ബിയോണ്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വൃത്തിക്ക് റേ ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. വീണ്ടും സെയിം പരിപാടി ചെയ്യുക. നിങ്ങൾ പാരലൈഡ് റേ എടുക്കുക. പാരലൈഡ് റേ എടുത്തേ, ഇങ്ങനെ എടുത്തേ, അത് ഏതിലൂടെ പോകും? അത് ഫോക്കസിലൂടെ തന്നെ പോകും. പാരലൈഡ് വരുന്നവൻ ഫോക്കസിലൂടെ ഇതിങ്ങനെ പോകും. ഓക്കെ ആണോ? റെഡി, ഇങ്ങനെ പോയി. രണ്ടാമത്തെ റേ നിങ്ങൾ ഒപ്റ്റിക് സെൻറ്ററിലേക്ക് എടുക്കുക. ഒപ്റ്റിക് സെൻറ്ററിലേക്ക് എടുത്താൽ ഇതാണ് ഒപ്റ്റിക് സെൻറ്റർ. ഓക്കെ, ഒപ്റ്റിക് സെൻറ്ററിനെ P വെച്ചിട്ട് O വെച്ചിട്ടോ കാണിക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ P ആണല്ലോ, അപ്പോൾ P വെച്ചിട്ട് കാണിച്ചത്. ഓക്കെ, ഇത് നേരെ എടുക്കുക. ഒപ്റ്റിക് സെൻറ്ററിലേക്ക് എടുത്ത സാർ എങ്ങനെ പോവാം? നേരെ തന്നെ പോകും, ഒരു ഡീവിയേഷനും ഇല്ലാണ്ട് നേരെ തന്നെ പോകും. ഇമേജ് എവിടെ ഉണ്ടാവുക? ഇവിടെ ആയിരിക്കും ഇമേജ് ഉണ്ടാവുക. ഇത് ഒബ്ജക്റ്റ് OB എന്ന് കാണിച്ചേക്കുക, ഇവിടെ OB എന്ന് കാണിച്ചേക്കുക, ഇത് ഇമേജിൽ നിന്ന് IM എന്ന് കാണിച്ചേക്കുക, ഇമേജിനെ IM എന്ന് കാണിക്കുക. Fനും 2Fനും ഇടയിൽ ഈ 2 റേ ഡയഗ്രാംസ് എപ്പോഴും ചോദിക്കുന്ന സംഗതിയാണ്. മാറി 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 ചോദിക്കും. പഠിച്ചു വെച്ചേക്കാം. പ്രോപ്പർട്ടീസ് എന്താണ്? വീണ്ടും റിയൽ ഇമേജ് ആണ്, കൂട്ടിമുട്ടുന്നുണ്ട്. റിയൽ ആയതുകൊണ്ട് ഇൻവേർട്ടഡ് ആണ്, തലകുത്തനെയാണ്. വലുപ്പം നോക്കിക്കുക, പക്ഷേ ഇമേജ് ചെറുതാണ് ഒബ്ജക്റ്റിനെക്കാളും. ദാറ്റ് ഈസ് ഇമേജ് ഡിമിനിഷ്ഡ് ആണ്. സ്മോൾ എന്ന് എഴുതിയാലും മതി, അല്ലെങ്കിൽ സ്റ്റൈലിന് ഡിമിനിഷ്ഡ് എന്ന് എഴുതി വെക്കുക. ഇത്രയും ചോദ്യങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. പല വട്ടങ്ങൾ പരീക്ഷയിൽ കുട്ടികളെ കുഴപ്പിക്കുന്ന ടൈപ്പ് ചോദ്യങ്ങളാണ്. പക്ഷേ ഇത് ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണ് തീർച്ചയായും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒരു കമൻറ്റെങ്കിലും ഒന്ന് ഇടുക. ഓക്കെ, അത്രേ പറയാനുള്ളൂ. ബാക്കി നമുക്ക് ലൈവിൽ ഡിസ്കസ് ചെയ്യാം മക്കളെ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.